5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഇവിടെ 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്ന് കണ്ടുപിടിക്കണം. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് നിക്ഷേപിച്ച 10,000 രൂപയും അതിൻ്റെ 2 വർഷത്തെ പലിശയുമായിരിക്കും കിട്ടുക. അപ്പോൾ കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. എന്നാൽ നമുക്കിവിടെ ഇക്വേഷൻ ഉപയോഗിക്കാതെ കാണാം. അതായിരിക്കും ഇവിടെ സൗകര്യം. നോക്കുക, ആദ്യത്തെ വർഷം ഈ 10,000-ൻ്റെ 5% പലിശയിൽ കിട്ടുക. അപ്പോൾ 10,000-ൻ്റെ 5% എന്ന് പറയുന്നത് എത്ര വരും? 10,000 ഗുണം 100/5. 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 100 ഗുണം 5 500. അപ്പോൾ ആദ്യ വർഷത്തെ പലിശ 500 രൂപ. രണ്ടാം വർഷവും ഈ 10,000-ന് 5%ആയിട്ട് 500 രൂപ പലിശ കിട്ടും. കൂടാതെ കൂട്ടുപലിശ ആയതുകൊണ്ട് ആദ്യത്തെ വർഷത്തെ പലിശയ്ക്കും 5% നിരക്കിൽ പലിശ കിട്ടും. അതായത് ആദ്യത്തെ വർഷത്തെ പലിശ 500, 500-ൻ്റെ 5% കൂടി ഈ രണ്ടാം വർഷം പലിശയായി കിട്ടും. അപ്പോൾ 500-ൻ്റെ 5% കൂടെ നമുക്ക് കാണാം. 500 ഗുണം 100/5. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്താൽ 5 ഗുണം 5 25 രൂപ. അപ്പോൾ രണ്ടാം വർഷം 500 + 25, അതാണ് രണ്ടാം വർഷത്തെ പലിശ. അപ്പോൾ 2 വർഷം കൂടി ആകെ പലിശയായി കിട്ടുന്ന എത്രയാണ്? 500 + 500 + 25. 500 കൂടെ കൂട്ടുമ്പോൾ 1000, 1000-ൻ്റെ കൂടെ 25 കൂടെ കൂട്ടിയാൽ 1025 രൂപയാണ് 2 വർഷത്തെ പലിശ. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 10,000 + 1025. 10,000-നോട് കൂടി 1025 കൂട്ടിയാൽ 11,025 രൂപ. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടുന്നത് 11,025. ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഏത് സംഖ്യയുടെ 75% 15? അപ്പോൾ ഏത് സംഖ്യയുടെ 75% 15 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത ആ സംഖ്യ, നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ 75% 15 എന്ന് എടുക്കുക. എക്സിൻ്റെ 75% 15. എക്സിൻ്റെ 75% കാണുന്നതിനായിട്ട് നമുക്ക് എക്സ് ഗുണം 100/75 ആണല്ലോ ചെയ്യുന്ന ക്രിയ. എക്സ് ഗുണം 100/75 = 15 എന്ന് എടുക്കുക. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 100-നെയും 75-നെയും വലതുവശത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എക്സ് സമം 15 ഗുണം, ഇവിടെ ഛേദത്തിലായിരുന്നു 100, ഇവിടെ വരുമ്പോൾ ന്യൂമറേറ്ററിൽ വരും. 15 ഗുണം 100 ഡിവൈഡഡ് ബൈ ഈ 75 ഇവിടെ ഡിനോമിനേറ്ററിലും വരും, ഡിവൈഡഡ് ബൈ 75. 100-നെയും 75-നെയും നമുക്ക് 25 ഉപയോഗിച്ച് ഹരിക്കാം. 75-നെ 25 കൊണ്ട് ഹരിച്ചാൽ 3, 100-നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. 3 കൊണ്ട് 15-നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5. 5 ഗുണം 4 20. അപ്പോൾ 20 സംഖ്യ. 20-ൻ്റെ 75% 15. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 125-ൽ 13-ൻ്റെ ദശാംശ രൂപം എന്ത്? അപ്പോൾ 125-ൽ 13 എന്ന ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് മെത്തേഡ് 13-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉത്തരം കാണാം. അതിനുശേഷം ഇത് കാണാനുള്ള ഒരു ഷോർട്ട് കട്ടും കൂടെ പറയാം. ഓർക്കുക, നമുക്കപ്പോൾ 13-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 13-നെ നേരിട്ട് 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 13-ൽ 125 ഉൾക്കൊള്ളില്ല. അപ്പോൾ ഒരു പോയിന്റ് കൊടുത്തിട്ട് നമുക്കിവിടെ ഒരു 0 ചേർക്കാം. 130-ൽ 125 എത്ര തവണയുണ്ട്? ഒരു തവണ. ഒരു 125 എഴുതുക, കുറയ്ക്കുന്നു. അപ്പോൾ 5 ശിഷ്ടം വരിക. നമുക്കൊരു 0 ചേർക്കാം. 50. ഈ 50-ലും 125 ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ഉത്തരത്തിലൊരു 0 ചേർക്കുക. വീണ്ടും അടുത്ത 0. 500-ൽ 125 എത്ര തവണയുണ്ട്? 4 തവണ. അപ്പോൾ 4 ഗുണം 125 500. ശിഷ്ടം ഇനിയില്ല. അപ്പോൾ 0.104 ആണ്. അല്ലെങ്കിൽ നമുക്കത് 0.104 എന്ന് എഴുതാം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 0.104. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നോക്കുക. 125-ൽ 13 വന്നിരിക്കുന്നത്. ഒരു ഭിന്നസംഖ്യയുടെ ഛേദം 10, 100, 1000 ഇവയേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ ദശാംശ രൂപം എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഛേദത്തിൽ 125 ഉണ്ട്. ഈ 125-നെ 10, 100, 1000, 10,000 അങ്ങനെ ഇവയിൽ ഏതെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇവിടെ 125-നെ നമുക്ക് 10, 100 ഒന്നും ആക്കാൻ പറ്റില്ല. പക്ഷെ 125-നെ 1000 ആക്കാം. 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അക്കാര്യം അറിയാമെങ്കിൽ 125 ഗുണം 8 1000 ആണെന്ന് അറിയാമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ 8 കൊണ്ട് ഗുണിച്ച് നമുക്ക് 1000 ആക്കാം. അംശത്തിനെ 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 13 ഗുണം 8 എത്ര വരും? 8 3 24.
8 8 2 10 104 വരും. അപ്പോൾ 104 ബൈ ഛേദത്തിൽ 8 കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ 1000 വരും. 104 ബൈ 1000. ഇനി 1000 കൊണ്ട് ഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പോൾ പോയിന്റ് 104 എന്ന് വരും. നമുക്കൊരു 0 കൂടെ ഇടതുവശത്ത് ചേർക്കാം. അപ്പോൾ 0.104. ശരി ഉത്തരം ഓപ്ഷൻ ബി തന്നെ. അപ്പോൾ ഇതായിരിക്കും എളുപ്പമാർഗ്ഗം. രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ഇവിടെ രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണെന്ന് നൽകിയിരിക്കുന്നു. ഇതിലെ ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോണിൻ്റെ അളവ് 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഇവ തമ്മിലുള്ള അംശബന്ധം 2:3 ആകുന്നു. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കണം. ഈ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആയതുകൊണ്ട് നമുക്ക് ആ കോണുകളുടെ അളവുകൾ 1x എന്നും 2x എന്നും എടുക്കാം. ഈ 1x എന്നുള്ളത് x എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പോൾ എക്സും 2x ആണ് കോണുകളുടെ അളവുകൾ. ഇതിലെ ചെറിയ കോൺ 1x വലിയ കോൺ 2x ആയിരിക്കും. അപ്പോൾ ചെറിയ കോണിൻ്റെ അളവ് 6 ഡിഗ്രി കൂട്ടണം. അപ്പോൾ 1x + 6 എന്നാവും. ഡിഗ്രി എഴുതണമെന്നില്ല, സംഖ്യകൾ മാത്രം എഴുതിയാൽ മതി. വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുന്നു. വലിയ കോൺ 2x ആണ്. അപ്പോൾ 2xൽ നിന്ന് 6 കുറയ്ക്കണം. ഇപ്പോൾ ഇവ തമ്മിലുള്ള അംശബന്ധം 2:3 ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ കോണിനോട് 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആകുന്നുണ്ട്. അപ്പോൾ 1x + 6 2x - 6 2:3 എന്ന് എഴുതാം. ഇനി ഓർക്കുക, ഇവിടെ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണ്. രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ ആദ്യ സംഖ്യയുടെ അവസാന സംഖ്യയുടെ ഗുണനഫലം നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിനോട് തുല്യമായതുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കുക, നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 2x - 6 × 2 എന്ന് നമുക്ക് എഴുതാം. 2x - 6 × 2 സമം ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും ഗുണനഫലം. ആദ്യ സംഖ്യ 1x + 6 × 3. ഗുണൻ സിമ്പൽ ഇടണമെന്നില്ല. ഇനി നമുക്ക് ഈ 2 കൊണ്ട് ബ്രാക്കറ്റിലുള്ള ഓരോന്നിനെയും ഗുണിക്കാം. അപ്പോൾ 2 × 2x 4x. 2 × -6 2 6 12 -12 എന്ന് വരും. സമം 3 × 1x 3x അധികം 3 × 6 18. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ 3x ഇടതുവശത്തേക്ക് കൊണ്ടുവരിക, -12 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 3x ഇടതുവശത്ത് വരുമ്പോൾ ഇത് 4x - 3x എന്നാവും. സമം വലതുവശത്ത് ഓൾറെഡി 18 ഉണ്ട്. -12 ഇവിടെ വരുമ്പോൾ +12. അപ്പോൾ 4x നിന്ന് 3x കുറച്ചാൽ 1x സമം 18ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 30. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 ആണ്. 1x അല്ലെങ്കിൽ x = 30 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ കോൺ 1x ആണ് ആദ്യത്തെ കോണിൻ്റെ അളവ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 30 എന്ന് കിട്ടി. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? നോക്കുക, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ ആ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയില്ലാത്ത ആ സംഖ്യ എക്സ് എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് എക്സിൻ്റെ 5 മടങ്ങ് അഥവാ 5x ആണ് സംഖ്യയുടെ 5 മടങ്ങ്. ഇത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യ. അപ്പോൾ എക്സിനേക്കാൾ 4 കൂടുതലായ സംഖ്യ എങ്ങനെ കിട്ടും? എക്സിനോട് 4 കൂട്ടിയാൽ മതി. x + 4 ആണ് എക്സിനേക്കാൾ 4 കൂടുതലായ സംഖ്യ. അങ്ങനെ എക്സിനേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ്. അപ്പോൾ x + 4ൻ്റെ 3 മടങ്ങ് എങ്ങനെ കാണും? 3 × x + 4. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് 5x = 3 × x + 4 എന്ന് വരും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 5x = 3 കൊണ്ട് x + 4നെ ഗുണിച്ചാൽ ഇതിലെ ഓരോ ടേമിനെയും ഗുണിക്കണം. അപ്പോൾ 3 × x 3x അധികം 3 × 4 12. 5x = 3x അധികം 12 എന്ന് വരും. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ 3x ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 5x 3x ഇടതുവശത്ത് വരുമ്പോൾ മൈനസ് ആവും. -3x = 12 എന്ന് വരും. 5x നിന്ന് 3x കുറച്ചാൽ 2x. 2x = 12.
അപ്പോൾ എക്സ് കിട്ടാൻ 12നെ 2 കൊണ്ട് ഹരിക്കുക. 12/2 = 6. അപ്പോൾ സംഖ്യ 6 ശരിയുത്തരം ഓപ്ഷൻ എ. സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. വികരണത്തിൻ്റെ വർഗത്തിൻ്റെ പകുതി, വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി, സമാന്തര വശങ്ങളുടെ തുകയുടെയും അവ തമ്മിലുള്ള അകലത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതി, വികരണത്തിൻ്റെയും എതിർമൂലകളിൽ നിന്ന് ആ വികരണത്തിലേക്കുള്ള അകലങ്ങളുടെയും തുകയുടെ ഗുണനഫലം. ഓർക്കുക, സമഭുജ സാമാന്തരികം അഥവാ റോംബസിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ അറിയേണ്ടത്. അപ്പോൾ സമഭുജ സാമാന്തരികം അഥവാ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം ഇതാണ്: A = D1 × D2/2. D1 × D2/2. അതായത് D1ഉം D2ഉം അതിൻ്റെ വികരണങ്ങൾ അഥവാ ഡയഗണൽസ്. അപ്പോൾ ഡയഗണൽസിൻ്റെ ഗുണനഫലം കണ്ടിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കിട്ടും. ശരിയുത്തരം ഓപ്ഷൻ ബി, വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി. ഇതിൽ ആദ്യം തന്നിരിക്കുന്ന വികരണത്തിൻ്റെ വർഗത്തിൻ്റെ പകുതി ഉപയോഗിച്ച് റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. അതുപോലെ സമാന്തര വശങ്ങളുടെ തുകയുടെയും അവ തമ്മിലുള്ള അകലത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതി ഇതുപയോഗിച്ച് നമുക്ക് ലംബകം അഥവാ ട്രപ്പീസ്യത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കാണാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. an⁴ + b, an�3+ b, an² + b, an b. ഇതിലേതാണ് ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര പ്രോഗ്രഷൻ്റെ ബീജഗണിത രൂപം? അപ്പോൾ ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി, an b ആണ്. സമാന്തര പ്രോഗ്രഷൻ്റെ ബീജഗണിത രൂപത്തിൽ എന്നിൻ്റെ പവർ എപ്പോഴും 1 ആയിരിക്കും, 1-ൽ കൂടില്ല. അവർക്ക് സമാന്തര പ്രോഗ്രഷൻ്റെ ബീജഗണിത രൂപത്തിൽ എന്നിൻ്റെ പവർ 1-ൽ കൂടില്ല. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി, an b. അടുത്ത ചോദ്യം: ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇവിടെ ക്ലോക്കിലെ സമയം 9:30 ആകുമ്പോൾ അതിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണിൻ്റെ അളവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 9×6 = 54. അപ്പോൾ ഇത് 540 വരും. 11×3 = 33 ആയതുകൊണ്ട് 11 × 30 330. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിനായിട്ട് നമുക്ക് 540-ൽ നിന്നും 330 കുറയ്ക്കാം. അപ്പോൾ 210. ഈ 210ൻ്റെ പകുതി എടുത്താൽ മതി. 210/2. 210ൻ്റെ പകുതി 200ൻ്റെ പകുതി 100ഉം 10ൻ്റെ പകുതി 5ഉം. അപ്പോൾ 105. അപ്പോൾ 105 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. ശരിയുത്തരം ഓപ്ഷൻ സി. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു? ഇവിടെ ഒരാൾ 25% ഡിസ്കൗണ്ടിൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഡിസ്കൗണ്ടിന് മുമ്പ് ആ സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു, അഥവാ ആ സ്വെറ്ററിൻ്റെ പരസ്യവില എന്തായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സ്വെറ്ററിൻ്റെ പരസ്യവില പി എന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ പരസ്യവിലയുടെ 25%മാണ് ഡിസ്കൗണ്ട്. ആ 25%മാണ് 200 എന്ന് പറയുന്നത്. അപ്പോൾ പരസ്യവിലയുടെ 25% 200 ആണ്. അങ്ങനെയെങ്കിൽ പരസ്യവില എത്രയെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ പരസ്യവില പി എന്നാണ് എടുത്തത്. അപ്പോൾ പിയുടെ 25%മാണ് 200. അല്ലെങ്കിൽ പി ഗുണം 100-ൽ 25 200. അങ്ങനെയെങ്കിൽ പി എത്രയായിരുന്നു അത് കണ്ടുപിടിക്കാൻ ഈ 100നെ 25നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ പി = 200 ഗുണം 100. 100 റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ന്യൂമറേറ്റർ ചെല്ലും. 100/25. 100നെ 25 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 4 ഗുണം 200 800. അപ്പോൾ പരസ്യവില 800 ആണ്. ശരിയുത്തരം ഓപ്ഷൻ എ. ഇത് ഈ ക്രിയയൊന്നും കൂടാതെ തന്നെ നമുക്ക് ചെയ്യാം. കാരണം 25% എന്ന് പറഞ്ഞാൽ 4-ലൊരു ഭാഗമാണെന്ന് അറിയാമെങ്കിൽ 25% എന്ന് പറഞ്ഞാൽ അത് 4-1 തുല്യമാണ്. അപ്പോൾ 25%, പിയുടെ 25% എന്ന് പറഞ്ഞാൽ പിയുടെ 4-ലൊരു ഭാഗം 200 ആണ്. അപ്പോൾ പി കണ്ടുപിടിക്കാൻ 200ൻ്റെ 4 ഇരട്ടി എടുത്താൽ മതി. 200 ഗുണം 4 കണ്ടാൽ മതി. 200 ഗുണം 4 700. ഈ രീതിയിൽ ചെയ്യുകയാണ് എളുപ്പം. ഇനി അതറിയില്ലാത്തവർക്ക് ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം.
15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ഇവിടെ 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ 30 മണിക്കൂറിൽ അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര തൊഴിലാളികൾ വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, 15 ആളുകൾക്ക് 48 മണിക്കൂർ വേണം ഈ ജോലി ചെയ്തു തീർക്കാൻ. അങ്ങനെയെങ്കിൽ 30 മണിക്കൂറിൽ ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തൽക്കാലം അറിയില്ലാത്ത സംഖ്യ എക്സ് എന്നെടുക്കാം. അപ്പോൾ എക്സ് ആളുകൾക്ക് 30 മണിക്കൂറിൽ ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. 15 ആളുകൾക്ക് 48 മണിക്കൂർ വേണം, എക്സ് ആളുകൾക്ക് 30 മണിക്കൂർ വേണം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുകളുടെ എണ്ണവും അവർക്ക് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട സമയത്തിൻ്റെ അളവും, അഥവാ ഇവിടെ മണിക്കൂറുകളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം എപ്പോഴും തുല്യമായിരിക്കും. അതായത് 15ഉം 48ഉം തമ്മിലുള്ള ഗുണനഫലവും എക്സും 30ഉം തമ്മിലുള്ള ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ എക്സും 30ഉം തമ്മിലുള്ള ഗുണനഫലം നമുക്ക് 30x, അത് 15 ഗുണം 48ന് തുല്യമാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 30നെ വലതുവശത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 15 ഗുണം 48 ബൈ 30 എന്ന് വരും. നമുക്ക് 15നെയും 30നെയും 15 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2ഉം വരും. 30നെ 15 കൊണ്ട് ഹരിച്ചാൽ 2. ഈ 48നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 24. ഒരു 24, 1 ഗുണം 24 24. അതായത് എക്സിൻ്റെ വാല്യൂ 24 കിട്ടി. അല്ലെങ്കിൽ 24 ആളുകൾക്ക് 30 മണിക്കൂറിൽ ഈ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ശരി ഉത്തരം ഓപ്ഷൻ ബി 24.